നമ്മൾ മൊബൈൽ ബാൻ ചെയ്യുമ്പോൾ അവിടെ മൊബൈൽ ബാൻ ചെയ്യപ്പെട്ടാൽ നഷ്ടമുണ്ടാവുന്ന ഒരു വർഗമുണ്ട്, കമ്പനികൾ. അതുകൊണ്ട് അവരതിനെ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ എത്ര ലോ വെച്ച് ബാൻ ചെയ്താലും അവരെന്തായാലും അതിലിടപെടും. എനിക്ക് പറയാനുള്ള, ടോമിൻ സാർ പറഞ്ഞു വിദേശ സെർവറുകളുണ്ട്, എല്ലാം ഉണ്ട്, സത്യമാണ്. പക്ഷെ നമ്മൾ ഇവിടെ കേരളത്തിൽ കുറച്ച് ISPs മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ വെബ്സൈറ്റുകൾ ബാൻ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അത് ബാൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് വേണം വിദേശ സെർവറിലേക്ക് പോകാനുള്ളത്. ശരി, അടുത്ത ആള്. 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ ഒരു അറയും കൂടെ കാണും. അപ്പോൾ അച്ഛനും അമ്മയോടും ചോദിക്കും, അമ്മയെ എന്തിനാ ഈ അറയുന്നത്? അപ്പോൾ ചോദിക്കും, അപ്പോൾ പറയും ഇത് മൊബൈൽ വെക്കാനാണ്. മൊബൈൽ ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ കരഞ്ഞു പിടിക്കും. എന്തായാലും കുട്ടികളുടെ ആ ഒരു ഇഷ്ടത്തെ അംഗീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഒരു വ്യഗ്രത ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുക. അത് അല്ല, ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിക്കുന്ന എന്തിനായാലും ഒരു അറ കാണും. ഒരു ബാങ്കിന് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ എന്തിനാണ് ഈ മൊബൈൽ കൊണ്ടുവരുന്നതെന്ന് ആ സ്കൂളിൽ എൻ്റെ ഭാര്യയുടെ അനിയത്തി ഒരു ടീച്ചറാണ്. വലിയ ഓർഡർ കൊടുത്തു, പോലീസ് ഇത് ഇൻഫർമേഷൻ കൊടുത്തു. എന്തിനാ പാരൻസിനെ വിളിച്ച് ചോദിച്ചു, എന്തിനാ ഈ മൊബൈൽ കുട്ടീനെ കൊടുത്തയക്കുന്നത്? അത് ഞങ്ങൾ ഓഫീസ് വിട്ട് വരുമ്പോഴത്തേക്ക് കുട്ടി ഏത് ട്യൂഷൻ സെന്ററിലാണ് എന്ന് അറിയാൻ കുട്ടീനെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അവിടെ യൂസ്ഫുള്ളാ, അതേ ദുരുപയോഗം. കൊച്ചിലെ പഠിക്കുക, എന്നിട്ട് അവൻ കഴിക്കുമ്പോഴത്തേക്ക് പഠിക്കാനില്ലെങ്കിൽ അവൻ ഗെയിം കളിക്കുക. പഠിക്കാനുള്ള ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈൽ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അടുക്കളക്കളം ചവിട്ടി പഠിക്കുന്നത് അച്ഛൻ ചവിട്ടി പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവന് ഈ മൊബൈൽ വാങ്ങിച്ചു കൊടുക്കാതെ ചവിട്ടി പഠിക്കുന്നത്. 4ാം ക്ലാസ്സിൽ ഈ സ്റ്റുഡന്റ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഡോക്ടർക്ക് അതിനോട് യോജിപ്പുണ്ടോ? ഡോക്ടർക്ക് പല കാര്യങ്ങളോട് യോജിപ്പുണ്ട്. ഡോക്ടറെ പിടിക്കേണ്ടതിനകത്ത് നമ്മൾ മൊബൈലിനെ പറ്റി ഇപ്പൊ സംസാരിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം, 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. എത്ര മാതാപിതാക്കള് അവരുടെ മൊബൈൽ വന്നിരിക്കുന്ന മെസ്സേജുകളോ കോളുകളോ ചെക്ക് ചെയ്യാറില്ല. അവർക്കത് പ്രൈവസി ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതാണ് കൂടുതലായിട്ട് ഇതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികൾക്ക്. ഓക്കെ, വളരെ പ്രസക്തമായിട്ടൊരു ചോദ്യം. ഓക്കെ, അടുത്ത ആള് വേഗം പ്രതികരിക്കും. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കളെന്ന് പറഞ്ഞാൽ തങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരേണ്ട, തങ്ങളെ ഭാവിയിൽ നോക്കേണ്ട ആരോ ആണ്. അപ്പോൾ അവരെ വിദ്യാഭ്യാസം ചെയ്ത് വലിയ നിലയിലെത്തിക്കുക എന്നുള്ളൊരു കടമയിൽ കവിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനോ അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമുള്ളത് നൽകാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മക്കള് മറ്റ് മുഖാന്തരങ്ങൾ തേടി പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, സ്കൂളുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ അധ്യാപകർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാനൊരു ടീച്ചർ ട്രെയിനിങ് കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഞാനൊരു സ്കൂളിൽ ടീച്ചർ ട്രെയിനിങ്ങിന് പോയ ഒരു വിദ്യാർത്ഥിയുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മൊബൈൽ ക്യാമറ ഉപയോഗിച്ച് ആ ടീച്ചറിന്റെ സ്വകാര്യ ഭാഗങ്ങളെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ. അത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു തമാശയ്ക്ക് വേണ്ടിയാണ് ടീച്ചർ എന്നാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അധ്യാപകർ പോലും പരാജയപ്പെട്ടു പോകുന്നു. ഇവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തച്ചങ്കരി സാറിനെ പോലുള്ളവര് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. തച്ചങ്കരിക്കൊന്നും ചെയ്യാൻ പറ്റും. നേരത്തെ ഇവിടെ തന്നെ ഒരു സദസ്യര് പറഞ്ഞ പോലെ ധാരാളം പണികൾ വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെറിയ സംഭവങ്ങളിലേക്ക് when it is a big problem only we can step into it. Otherwise എല്ലാ പറയട്ടെ. ഇതിനകത്ത് ഒരുപാട് സാമൂഹിക സാംസ്കാരിക നിയമവശങ്ങളും എല്ലാം ഒരുപാട് വശങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളിതിനകത്ത് അല്പ തമാശ ചാലിക്കുന്നതെന്ന് വെച്ചാൽ ഇത് അല്പ തമാശയിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ചർച്ച. പക്ഷെ ഈ ചർച്ചയിൽ മറ്റൊരുപാട് തലങ്ങളുണ്ട്. മാനസികമായ ആംഗിളുണ്ട്, കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ അരാഷ്ട്രീയവാദം വർദ്ധിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മറ്റുള്ള എല്ലാ വഴികളും അടയുമ്പോഴേ ഞങ്ങളെ വിളിക്കാവുള്ളൂ. നിങ്ങളുടെ ലെവലില് ഈ പറഞ്ഞ അധ്യാപകരുണ്ട്, മാതാപിതാക്കളുണ്ട്, പിന്നെ പേരന്റ് ടീച്ചർ അസോസിയേഷൻ ഉണ്ട്. അവിടെയൊക്കെ നോക്കണം. കാരണം പോലീസിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ എത്രയായാലും പോലീസല്ലേ. അതിന് അവസാന ഘട്ടത്തിൽ അതിന് എപ്പോഴും ഒരു ടാബും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അധികം കാണുന്ന മറ്റൊരു കേസില് ഞങ്ങളെടുക്കെ വരാൻ നേരത്തെ പലരും പറഞ്ഞ പോലെ ആർക്കും ഇഷ്ടമല്ല. വന്നാൽ ഇത് നടക്കുമോ എന്നൊരു സംശയം വേറൊന്ന്, പിന്നെ വന്നാൽ ഹറാസ്മെന്റ് ഉണ്ടാവുന്ന മറ്റൊരു സംശയം, പിന്നെ അതിലെല്ലാം ഉപരി ഇത് കേസാക്കിയാൽ പിന്നെ കോടതി പോകണല്ലോ എന്നുള്ളത്. ഇപ്പോൾ IT ആക്ട് പുതിയ ആക്ട് വന്നപ്പോൾ നിങ്ങൾ പലരും പെറ്റീഷൻ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി, അല്ലെ മൊബൈൽ ഫോൺ കാണാതെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് തന്നേരെ. പക്ഷേ നിയമപ്രകാരം അതല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ കോടതി കൊടുത്ത് കോടതിയിൽ നിന്ന് റിക്കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആർക്കും അങ്ങനെയുള്ള ലീഗൽ പ്രൊസീജിയർ വഴി പോകാൻ താല്പര്യമില്ല. ഞങ്ങളതിപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുന്നുമില്ല. പിന്നെ പല കേസുകളിലൊക്കെ കാണുന്നത് ഇപ്പം ഒരു റിലേഷനായിട്ടുള്ള ആരെങ്കിലും ഡിസ്റ്റന്റ് റിലേഷൻ മിസ്യൂസ് ചെയ്തു, അവർ പരാതിയായിട്ട് വന്നു, പെൺകുട്ടി പരാതിയായിട്ട് വന്നു, കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഞങ്ങളിത് കോടതിയിലേക്ക് കൊടുക്കുന്ന സമയം അവർ പറയാൻ വേണ്ട, ഇത് വിഡ്രോ ചെയ്യണം, ഞങ്ങൾക്ക് കോംപ്രമൈസായി.
അപ്പോൾ എന്ത് പറ്റും? ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ആൾ ശിക്ഷിക്കപ്പെടുന്നില്ല. അയാൾ ഇതേ സംഭവം കൊണ്ട് ഇത്രയൊക്കെ ഉള്ള അടുത്ത സ്ഥലത്ത് പോയി പിന്നെയും ചെയ്യും. അപ്പോൾ ഇതൊരു ഗൗരവമുള്ളൊരു ക്രൈമായിട്ട് പിന്നെ ഈ സൊസൈറ്റി എടുത്തിട്ടില്ല. ഇതൊരു സോഷ്യൽ ക്രൈമായിട്ടാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ മറ്റെല്ലാ കുറ്റകൃത്യങ്ങളെക്കാൾ കൂടുതൽ എന്താ പറയണ്ടേ വിസ്തൃതിയുള്ള കുറ്റകൃത്യമായിട്ട് മേഖലയായിട്ട് ഭൗതിക ലോകത്തെ ചുരുക്കത്തിൽ IT സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട് IT 2008 ആ ആക്ടിന്റെ ഒരുപാട് പരിമിതികളുണ്ട്. സാറിന് അറിയാം 2008 സെക്ഷൻ 60 മുതൽ 70 വരെയുള്ള അതിനകത്താണ് ഇത് വളരെ വിശദമായിട്ട് മൊബൈലിന്റെ ഫ്രാഡുലൻസി അല്ലെങ്കിൽ അതിന്റെ മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആക്ടിന് ഒരുപാട് അമെന്റ്മെന്റ്സ് ഇനി വരേണ്ടതുണ്ട്. ആ അമെന്റ്മെന്റ് വളരെ വേഗത്തിൽ വരേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ടെക്നിക്സ് വളരെ വേഗം മാറിക്കൊണ്ടിരിക്കും. ഈ ആക്ട് ഒക്കെ നമ്മുടെ ഈ സാങ്കേതിക വിദ്യ പല ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസൃതമായിട്ട് ഈ പറഞ്ഞ നിയമങ്ങൾ ഉണ്ടാകുന്നില്ല ഈ രാജ്യത്ത്. നമ്മൾ തിരിച്ചു വരാം. ഈ ഒരു ചെറുപ്പക്കാരൻ കുറച്ചേറെ കാത്തിരിക്കുന്നു. പറഞ്ഞു. ഞാൻ പറയുന്ന മറ്റൊരു വിഷയം സാർ പറഞ്ഞ വിഷയമല്ല. ഈ മൊബൈൽ പ്രണയങ്ങൾ കാരണം ഒരുപാട് ദുരന്തം അനുഭവിച്ച പെൺകുട്ടികളുടെ കഥകളാണ്. അതായത് കുറേ ക്രിമിനൽസ് പല പെൺകുട്ടികളെയും രാത്രി ഫോൺ വിളിച്ച്, എനിക്ക് അടുത്തറിയാം, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്കുള്ള അനുഭവം ഉണ്ടായതാണ്. ഒരു ക്രിമിനൽ ഒരു പയ്യൻ സ്ഥിരം വിളിക്കാറുണ്ട്. ആ കുട്ടി അച്ഛനും മാതാപിതാക്കൾ അറിയാതെ വിളിച്ചു, പ്രണയമായി. ആ പുള്ളി ആ കുട്ടിയെ കൊണ്ട് ഉപയോഗിച്ചു, കല്യാണം, പിന്നെ നാട്ടുകാരോടായിട്ട് കല്യാണം നടത്തി കൊടുത്തു. പക്ഷേ ഇപ്പോൾ ആ കുട്ടി നല്ല വിദ്യാസമ്പന്നയായ ഒരു കുട്ടിയും നല്ല കുടുംബത്തിലെ കുട്ടിയാണ്. ആ കുട്ടിയുടെ ജീവിതം വളരെ വഴിമുട്ടി നിൽക്കുന്നു. അതിന് റെയിൽവേയിലൊക്കെ ഒരു ജോലി കിട്ടേണ്ട അവസ്ഥയാണ്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് ക്രിമിനൽസുകൾ ആദ്യം മിസ് കോൾ ആണ് കൊടുക്കുന്നത്. മിസ് കോൾ കൊടുത്ത് ഇങ്ങനെ വിളിച്ചു. രീതി എന്താന്ന് പറഞ്ഞേ? അല്ല, ആ കുട്ടി ആ ദുരന്തം അനുഭവിച്ചതിന് ശേഷം ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. അത്രേ അറിയാവുള്ളൂ, മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. അതറിയാവുന്ന ആരാ ഇവിടെ ഉള്ളത്? ആയിരിക്കുന്ന വിദ്വാന്മാർക്ക് അത് അറിയാൻ തോന്നുന്നുണ്ട്. ഇല്ല, ശരി. ഇന്നത്തെ ചിന്താ വിഷയം ഇപ്പൊ നമ്മുടെ 2 സിനിമകളാണ് നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇന്നത്തെ ചിന്താ വിഷയം അതാണ് ഒരു സിനിമ. രണ്ടാമത്തത് പിന്നെ വെറുതെ ഒരു ഭാര്യ. ഈ 2 സിനിമയിലും മൊബൈൽ ഫോണിന്റെ മിസ്യൂസ് വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. സിനിമ പോലുള്ള മാധ്യമങ്ങൾ ഇതിന്റെ മിസ്യൂസ് വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലല്ല, മിസ്യൂസിന് പിന്നെ പ്രോത്സാഹിപ്പിക്കൽ അതിനെ ഡിഫെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ്. അതുപോലെ ഈ പിന്നെ നമ്മുടെ ഈ ബാഗിനകത്ത് ചെറിയ അറ, ഈ മൊബൈൽ വെക്കാനുള്ള അറ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, അത് കൊച്ചിനെ നമ്മൾ കളിത്തോക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മൊബൈലിന്റെ ഈ പ്ലേ മൊബൈലുണ്ട്, അത് കൊടുക്കുന്നില്ല. ആ മൊബൈല് എന്ന് പറഞ്ഞ സാധനം തെറ്റൊന്നുമല്ല. അത് നിയമങ്ങളുടെ അമെന്റ്മെന്റ് വളരെ പെട്ടെന്ന് വരണമെന്നാണ്.